ആ ഞാൻ പുതിയ വണ്ടിയൊക്കെ വാങ്ങിയിട്ട് അറിഞ്ഞില്ലായിരുന്നോ? കണ്ണടയ്ക്ക പാലയുടെ പോക്കറ്റിലല്ലായിരുന്നു. തുണി കഴുകാൻ വേണ്ടി തുണി എടുത്തപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നാണ് കിട്ടിയത്. അതെങ്ങനെയാണെന്നറിയോ? കാറയിൽ അന്ന് ഷോള് ഇട്ടിട്ട് ഇരുന്നില്ല. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാനും ആൻസോട്ടനും കൂടെ ഒരിടം വരെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ട് വരാൻ പോവുക. അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് എൻജോയ് ചെയ്യാൻ പോകണതല്ല. എൻ്റെ ഒരു പല്ല് അടിച്ച് പൊളിച്ച് കളയാൻ വേണ്ടി പോകുന്ന കേട്ടോ. പല്ല് 14 വർഷങ്ങൾക്ക് മുമ്പ് പല്ല് കേട് വന്നപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ വലിയ കുളങ്ങര എന്ന് പറഞ്ഞൊരു ഡെൻ്റൽ ക്ലിനിക്ക് ഉണ്ട്. അവിടെ ചെന്ന് ക്യാപ്പിട്ട് തരാമെന്ന് പറഞ്ഞു. പല്ലിൽ കേട് തുടങ്ങിയപ്പം അത് ക്യാപ്പിട്ട് തരാം, പല്ല് പോകത്തില്ല എന്ന് പറഞ്ഞപ്പം വായിലിങ്ങനെ മറ്റുള്ളവരിങ്ങനെ ഡെൻറ്റിസ്റ്റൊക്കെ നമ്മുടെ വായിൽ ഇങ്ങനെ വിരലൊക്കെ ഇട്ട് നോക്കിയാണല്ലോ. എനിക്കതിടുമ്പോൾ എനിക്ക് എന്താ നല്ല വോമിറ്റിങ് വരും. അവിടെ കോട്ടനൊക്കെ വായിൽ വയ്ക്കുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. ഞാൻ അന്നേരം പോയില്ല. അന്ന് തന്നെ പല്ലിൻ്റെ ഓട്ടയൊക്കെ അടച്ചൊക്കെ വേറെ പല്ലിൻ്റെ ഒക്കെ ഓട്ട അടച്ച് വിട്ടതാണ്. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ട് പല്ലെല്ലാം എൻ്റെ ഒരടെ എല്ലാം പോകുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പോയതാണ്. അപ്പോൾ പിന്നെ പോവാതെ കല്യാണത്തിൻ്റെയൊക്കെ തലേ ദിവസം ആയപ്പോഴത്തേക്കും 14 കൊല്ലം മുമ്പാണ് പല്ലൊടിഞ്ഞു. എന്നിട്ട് ആൽബത്തിൽ അവരൊരു പല്ലിവിടെ എഡിറ്റ് ചെയ്തൊക്കെ കയറ്റിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നു. അപ്പം അങ്ങനെ ഇരുന്നിരുന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പല്ലിൻ്റെ ബാക്കി കുറ്റി അവിടെ ഇരിക്കും. ഒടിഞ്ഞൊടിഞ്ഞത് പൊടിഞ്ഞൊക്കെ പോയിട്ട് ബാക്കി കുറ്റി ഇരുന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ അടിച്ചു. ആ ഒരു ബാക്ടീരിയയൊക്കെ ആണെന്ന് തോന്നുന്നു നേരെ താഴേക്ക് വന്ന് 2 പല്ലിൻ്റെ ഇടയ്ക്ക് അന്യായ വേദന. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം ആ ക്ലിനിക്കിൽ ചെന്നു. ആ ഡോക്ടർ പറഞ്ഞു പല്ല്, അപ്പോൾ അവിടെ പോടുണ്ടായിരുന്നു. അപ്പോൾ ആ പോട് അടച്ചു വിട്ടിട്ട് പറഞ്ഞു ഇനി വേദന വന്നാൽ റൂട്ട് കനാൽ ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും വേദനയായി, ഇതിൻ്റെ ഇൻഫെക്ഷൻ ആയപ്പോൾ ഈ കുറ്റി എന്താണെങ്കിലും എടുത്ത് കളയണം. പിന്നെ ഭയങ്കര കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും 28 പല്ല് ആദ്യം വരും, പിന്നെ 4 പല്ലും വന്ന് അങ്ങനെ 32 പല്ല് വരും. എനിക്കാണെങ്കിൽ 32 പല്ല് 4 പല്ല് വരാനായിട്ട് സ്ഥലമില്ലാത്തത് കൊണ്ട് എൻ്റെ പല്ലെല്ലാം മോണയ്ക്കകത്തോടെ ഇരിക്കുക. അപ്പോൾ അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. അതേതായാലും ഇപ്പോൾ എടുപ്പിക്കണില്ല. അപ്പം നിലവിൽ ആ കുറ്റിപ്പല്ലും എടുക്കണം, പിന്നെ റൂട്ട് കനാലിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇവിടെ പല്ല് വേദന വന്ന് ഒരു പല്ല് എടുത്ത് കളഞ്ഞപ്പോൾ പല്ലിനെല്ലാം ഗ്യാപ്പ് വന്നു. അപ്പം ഡോക്ടറുടെ വർക്ക് കഴിഞ്ഞ തവണ ഓട്ടടയ്ക്കാൻ ചെന്നപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് പല്ലെടുപ്പിച്ചിട്ട് വേറെ വെച്ചില്ലല്ലോ, അതുകൊണ്ടാണ് പല്ലിന് ഗ്യാപ്പ് വന്നതെന്ന്. ഞാൻ ഓർക്കണ്ട. ആ വേറെ പല്ലവിടെ ഡ്യൂപ്ലിക്കേറ്റ്. എടാ എൻ്റെ കണ്ണടഞ്ഞടഞ്ഞു പോണടാ. വെയിലിൻ്റെ ആണോ? നിനക്കറിയണുണ്ടോ? അപ്പോൾ പല്ലെടുക്കാൻ ഇപ്പം ചേട്ടൻ പോയേക്കുക. ചേട്ടൻ പോയിട്ട് വരട്ടെ. രാവിലെ ആണെങ്കിൽ ചേട്ടൻ മരിച്ചതിൻ്റെ ആണ്ടായിരുന്നു, ഓർമ്മയായിരുന്നു. 22 വർഷമായി. അപ്പം നമ്മൾ രാവിലെ ചേട്ടൻ്റെ ഇടവക പള്ളിയിൽ പോയി കല്ലറയിലൊക്കെ പോയിട്ടാണ് വന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ ചിറ്റപ്പൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു, പാപ്പൻ. അതുകൊണ്ട് അവിടുത്തെ അപ്പച്ചൻ്റെ അനിയൻ. അപ്പം അതിൻ്റെ ചടങ്ങുകളൊക്കെ ഇന്ന്. അപ്പം അവിടെ ചേട്ടൻ പോയേക്കുക. ഞാൻ ഈ പല്ലുവേദനയെ വെച്ച് പല്ലെടുപ്പിക്കാനുള്ള ടെൻഷൻ കൊണ്ട് ഞാൻ രാവിലെ അവിടെ പള്ളിയിൽ പോയിട്ട് വന്നു. അതിപ്പം 8 മണിക്കത്തെ കുർബാനയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞു, ഡ്രസ്സൊക്കെ മാറി നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വരുമ്പോൾ നമുക്ക് പല്ലെടുക്കാൻ വേണ്ടി ടാറ്റാ പോകാം. ഇവിടെ പല്ലെടുക്കാനായിട്ട് കൂട്ടുവരുന്ന ആളൊക്കെ ഉണ്ടോ? ഇവനാണ് കൂട്ടുവന്നവൻ. അവൻ നേരെ ഒന്നും ഇപ്പം നോക്കത്തില്ലേ. പിന്നെ ആൻസ് അങ്ങ് ഒതുങ്ങിപ്പോയി എന്ന് പറയുന്നവരോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ആൺകുട്ടികളാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരൊന്ന് ഉൾവലിയും. ചെറുപ്പകാലത്തിൽ തുള്ളി കളിക്കുന്ന അതേ രീതിയിലൊന്നും ഈ പിള്ളേരെ കുറച്ചുകൂടി വളരുമ്പം അതേ സൗണ്ടിലും അതേ ഇതിലും ആക്റ്റീവായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അത് ഏജിൻ്റെ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ആൻസൂട്ടൻ കുറച്ചൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞ ദിവസം ആൻസിൻ്റെ ഡാൻസൊക്കെ കണ്ടില്ലായിരുന്നോ? അപ്പം അത്രയ്ക്ക് അങ്ങടൊന്നും നമ്മൾ ഒതുങ്ങിയിട്ടൊന്നും ഇല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നൊരു വിശേഷം, ആൻസിൻ്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നൊരു വിശേഷം വന്നിട്ടുണ്ട്. എവിടേക്കാണ് പോണേ? ഓ അത് പറയുമ്പോൾ എന്തൊരു സന്തോഷം.
അപ്പോൾ ഇന്നലെ പപ്പയോടൊക്കെ ചോദിച്ച് പപ്പ കൊണ്ടുവിടാമെന്നുള്ള പ്ലാനിലൊക്കെ പറയുന്നൊക്കെ കേട്ടു. അപ്പോൾ ഇത്ര നാൾ എനിക്കാണ് രാത്രിയിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഓട്ടോ വിളിക്കണം. ഓട്ടോ ചേട്ടനെ കഴിഞ്ഞ കൊല്ലമൊക്കെ 11 മണിയൊക്കെ ആയിരുന്നു ആൻസൂട്ടൻ ടൂറും കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കീ മിസ്സായി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് പോയത് എന്നുള്ള ഡൗട്ടിലൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തുണി കഴുകാൻ വേണ്ടിയിട്ട് അയ്യോടെ അത് നിന്ന് പോയോന്നറിയില്ല, വാഷിംഗ് മെഷീനിലേക്ക് നിന്ന് വാങ്ങി ജസ്റ്റ് അപ്പോൾ തുണി കഴുകാൻ വേണ്ടി. അപ്പോൾ അലക്കണ തുണിയെല്ലാം കൂടെ ഇടുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അവിടേക്കെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ എൻ്റെ ചേട്ടൻ വാഴക്കുല വെട്ടിയിട്ട് വന്നപ്പോൾ ചേട്ടൻ അപ്പടി വേർത്തു എന്നും പറഞ്ഞ് എൻ്റെ ഷോൾ വാങ്ങി കാറിൻ്റെ സീറ്റയിലേക്ക് ചാരി ഇട്ടിട്ട് അതിലിരുന്ന വണ്ടി ഓടിച്ച് വേർപ്പ് കാറിൻ്റെ സീറ്റേ പറ്റണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കീയോട് കൂടി ആ ഷോളയിലെങ്ങാണ്ട് ഉടക്കി പോകുന്നു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ തുണി കഴുകാനായിട്ട് എടുത്തു കഴിഞ്ഞപ്പം കീ അതിൽ നിന്ന് ചാടി വന്ന്. ഈ കീ എങ്ങനെയെങ്കിലും കിട്ടണത് എങ്ങനെയാണെന്ന് ഒരു പിടുത്തം ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അത് എവിടെ പോയി, അത് എവിടെയെങ്കിലും വെച്ചതാണോ ഇങ്ങനെയുള്ള ഡൗട്ട് കൊണ്ട് അപ്പോൾ കീ കിട്ടി കേട്ടോ. അപ്പോൾ ചേട്ടൻ വരുമ്പം സർപ്രൈസായിട്ട് കണ്ണടച്ച് പിടിച്ച ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് ആൻസൂട്ടൻ അത് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. 10:30 ആകുമ്പം നമുക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നേ ഉള്ളൂ. ആരെങ്കിലും 10 പേരെ കിട്ടി അവിടെ വർത്താനമൊക്കെ പറഞ്ഞു. എന്നൊക്കെയാണെങ്കിൽ ഒരു പേരപ്പൻ്റെയും ചിറ്റപ്പൻ്റെയൊക്കെ മക്കളും അവരൊക്കെ കാണുമ്പോഴത്തേക്ക് സംസാരിച്ചൊക്കെ ഇരുന്ന് ഇച്ചിരിയൊക്കെ ലേറ്റായിട്ട് എന്താണേലും വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ കീ അടച്ചു പിടിക്കണം, കണ്ണടച്ചിട്ട് നീട്ടാൻ വരണം കേട്ടോടാ. വേറെ കീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പോയെന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഷോളിൻ്റെ അറ്റത്ത് വല്ല ഉടക്കിയതായിരിക്കും, അങ്ങനെ പോയതായിരിക്കും. പിന്നെ രാവിലെ നമ്മളപ്പോൾ കല്ലറയിലൊക്കെ ഇവിടെ നമ്മൾ റോസാപ്പൂ ഒക്കെ കൊണ്ടുപോയിട്ട് 3-4 റോസാപ്പൂ ഇട്ട് റോസാപ്പൂ എല്ലാം വിരിഞ്ഞതെല്ലാം കൊഴിയണ സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ പോയ വഴിക്കുന്ന നല്ല മഞ്ഞ കളറിൽ ഇവിടെ നിൽപ്പുണ്ടാവും പൂവ്. അതുപോലത്തെ അല്ല കട്ട കുറേ പൂക്കളുണ്ടായിരുന്നു. അതും കൊണ്ട് കല്ലറ വെച്ചപ്പം കല്ലറയിൽ വേറെ ആരും പൂ വെച്ചില്ലായിരുന്നേ, നമ്മൾ കൊണ്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ ഇടവപ്പള്ളി നെയ്ശ്ശേരി പള്ളിയിൽ ഇപ്പോൾ ഇരിക്കുന്ന അച്ഛൻ നല്ലൊരു അച്ഛനാണ് കേട്ടോ, ഇച്ചിരി പേര് കേട്ടൊരു അച്ഛനാണ്. അപ്പം ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കുർബാന സ്വീകരിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായിട്ടോ. എന്നാണ് മൈലാക്കച്ചാലിൽ അച്ഛൻ, ഇപ്പോൾ മൈലാക്കച്ചാലിലോ അങ്ങനെ എന്തോ അച്ഛൻ്റെ പേര്. അപ്പം എനിക്ക് ആ അച്ഛനോട് ഇച്ചിരിയോട് ഇഷ്ടം ഉണ്ടാവാനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഞാൻ ജനിച്ചു വളർന്ന നാടിൻ്റെ തൊട്ടടുത്താണ് ആരക്കുഴ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അച്ഛൻ ആദ്യമായിട്ട് പ്രീസ്റ്റായിട്ട് സേവനം അനുഷ്ഠിച്ചത് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ആരക്കുഴ പള്ളിയിൽ 3 വർഷം ഇരുന്നു. പിന്നെ ഹൈ റേഞ്ചിലേക്കൊക്കെ പോയിട്ട് പിന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടക്കരയിൽ ഒരു പള്ളിയുണ്ട്, അവിടെ ഇരുന്നിട്ടാണ് അച്ഛൻ ഇപ്പം ഈ നെയ്ശ്ശേരി പള്ളിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അച്ഛനോടൊരു ഇച്ചിരി ഇഷ്ടമൊക്കെ കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ. കാരണം എൻ്റെ നാട്ടിൽ നിന്നും ഒക്കെ ഇരുന്നിട്ട് വന്നൊരച്ഛൻ എന്നുള്ള രീതിയിലും കുർബാനയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി കുർബാന, പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, നല്ല സൂപ്പർ കുർബാനയായിരുന്നു. അപ്പം അങ്ങനെ അവിടെയൊക്കെ രാവിലെ പോയിട്ടൊക്കെ വന്നു. ഇവനൊന്നും എഴുന്നേറ്റില്ല, ഇവനെ കല്ല ഉറക്കായിരുന്നു, ആരും അറിഞ്ഞ പോലും ഇല്ല. അങ്ങനെ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വായ്ക്കകത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ എനിക്ക് പേടിയാണ്, സത്യം പറയാം. നെയ്ശ്ശേരി പള്ളിയിൽ രാവിലെ 6-ന്റെ കുർബാനയ്ക്ക് ഈ മല കയറി കഴിഞ്ഞാൽ നെയ്ശ്ശേരി ചേട്ടൻ്റെ നാളെ നമ്മൾ പോയത് ആ വെള്ളാള മഹാസഭ എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, അതിൻ്റെ അതിലുള്ള ആ വഴി ഇങ്ങനെ നേരെ. പിന്നെ പോകുന്ന വഴിക്ക് തിരിച്ചു വന്നപ്പോൾ നീ കുത്തി വെച്ച ഇഞ്ചക്ഷൻ തരുമോ? ആദ്യം വൃത്തിക്ക് പറയാൻ പഠിക്കടാ, എന്നിട്ട് കുത്തി വെക്കാൻ പോടാ. നീ വളർക്കാം. പിന്നെ തിരിച്ചു വന്ന വഴിക്ക് എൻ്റെ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നൊരു മിസ്സിൻ്റെ വീട് കണ്ടിട്ടോ. മിസ്സ് വേറെ ലസറിൽ തന്നെ വേറെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം മിസ്സിൻ്റെ വീട് ഒരു 3 പുതിയ വീട് പണിതല്ല വീടാണ് അറിയായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ ഇങ്ങനെ നോക്കി നടുക്കിരിക്കുന്ന വീടാന്ന് പറഞ്ഞുകൊണ്ട് മിസ്സ് കറക്റ്റ് തിരിപ്പുണ്ടായിരുന്നു. 7:30 ആയപ്പോഴാണ് തിരിച്ചു വന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ട് നിർത്തി മിസ്സിനോട് വേണ്ടി നമ്മൾ ഒരുമിച്ചാണ് കോളേജ് ബസ്സിലൊക്കെ പോകുകയും വരുമൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോളേജിലാണ് ഈ വർഷത്തെ കലോത്സവം, MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവം വരുന്നത്. പിന്നെ പല്ലസർ ഫെസ്റ്റ് നടക്കുവാണ്.
പിന്നെ നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് ഇന്ന് നാളെ ഒരു കല്യാണമുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. പറയാൻ നിന്ന് കഴിഞ്ഞാൽ വിശേഷങ്ങൾ പറഞ്ഞിട്ട് തീരത്തില്ല. ഇവനെന്നെ ഇത്ര ആലോചന, ഭയങ്കര ആലോചനയാണല്ലോ ഇത്. അപ്പോൾ നാളെ കല്യാണത്തിന് നിങ്ങൾ രണ്ടും കൂടെ 3 പേരെ എല്ലാവരും കൂടെ വരാൻ പറഞ്ഞിട്ടിപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കൂടാൻ പോകും. ഞാൻ വായിലെ പല്ലും എടുത്ത് കൂടെ ഇരിക്കാം. എന്നോട് പല്ലെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വെയിൽ കൊള്ളരുത്, ചൂട് കഴിക്കരുത്, ഐസ്ക്രീം കുറേ തിന്നാം. നിനക്കില്ല. അതെങ്ങനെയാണോ നേര് പറയണോ? അതെന്നെ തീറ്റ തിന്നണം. എന്നാൾ കണ്ടിട്ടായിരുന്നു 30 സിപ്പപ്പ് ഉണ്ടായിരുന്നില്ല. ഇനി ഒരാഴ്ച പോലും ആയില്ലോടെ. 7 ദിവസം. ഒരു ദിവസം 2 എടുത്തു കഴിഞ്ഞപ്പോഴും 14 എടുക്കാൻ പറ്റുള്ളൂ. മോൻ കൊള്ളാലോ. അവന്റെ കള്ളനോട്ടം നോക്കിക്കേ. പല്ല് തേക്കുമ്പോൾ ഒരെണ്ണം തിന്നും, പല്ല് തേക്കാതിരിക്കുമ്പോൾ ഒരെണ്ണം തിന്നും, ഉറങ്ങണതിന് മുമ്പ് ഒരെണ്ണം തിന്നും, ഉറങ്ങി കഴിഞ്ഞു വേണേൽ ഇടയ്ക്ക് എഴുന്നേറ്റ് ഒരെണ്ണം തിന്നും. ഇതാണ് എൻ്റെ പരിപാടി. നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും കുട്ടികളെ? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളെ ഓവറായിട്ടൊന്നും കഴിക്കാൻ കൊള്ളത്തില്ല. ഒരു സാധനം ഓവറായിട്ട് കഴിക്കാൻ കൊള്ളില്ല. എന്തെങ്കിലും അസുഖം വരും ചേർക്കും കൊച്ചാ. ഇയ്യ കുയ്യ നോക്ക. അവൻ്റെ ഇരിപ്പ് നോക്കുന്നുണ്ടോ? മെന പണിതുകൊണ്ട് വരുന്നുണ്ടോ? ഇതിപ്പോൾ 10-20 ആയില്ലടാ. ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞിട്ട്. അതെ വന്നേ ചേട്ടനെത്തിപ്പോയി. ഡോറ് തുറന്നിറങ്ങുന്നു. വാവ്. ഞാൻ പുതിയ വണ്ടിയൊക്കെ വാങ്ങിയിട്ട് അറിഞ്ഞില്ലായിരുന്നോ? കണ്ണടയ്ക്ക. പാലടം പോക്കറ്റിലല്ലായിരുന്നു. തുണി കഴുകാൻ വേണ്ടി തുണി എടുത്തപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നാണ് കിട്ടിയത്. അതെങ്ങനെയാണെന്നറിയോ? കാറയിൽ അന്ന് ഷോള ഇട്ടിട്ട് ഇരുന്നില്ലായിരുന്നു ഇങ്ങനെ ചാരി. അപ്പം ആ ഷോളയിലെങ്ങാണ്ട് കുരുങ്ങി ഇറങ്ങി. അത് ഷോൾ എൻ്റെ കയ്യിലേക്ക് തന്നില്ല. ഈ ഷോളൊന്നും കൊണ്ടുപോകണില്ലോ എന്നും പറഞ്ഞ. അപ്പം എങ്ങാണ്ട് താക്കോൽ ഇട്ട് കൊടുത്തുന്ന ആ ഷോളിൻ്റെ അറ്റത്ത് കുരുങ്ങി പോകുന്ന ആ ഷോളേന്ന് അതങ്ങ് ചാടിയത് താഴേക്ക്. എൻ്റെ കൈ നല്ല കാറേന്ന് ആ ഷോളയിൽ കുരുങ്ങി കയറിയതായിരിക്കും. കല്യാണ വീട്ടിൽ വന്നതാ. വീഡിയോ പിടിക്കണതാ. നാണം മഞ്ഞുണ്ടാ? നാണം മാനം പിന്നെ പണ്ടേ ഇല്ലല്ലോ. ഇതാ ഇവിടെ ഒരു വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എടുക്കാമെന്നും പറഞ്ഞു വന്ന. നമ്മുടെ വണ്ടിയുടെ നമ്പർ കണ്ട. അവനതിൻ്റെ മുമ്പിൽ കയറി നിൽക്കുക. പണ്ട് ചേട്ടൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചേട്ടൻ്റെ വീട്ടിലൊരു ജീപ്പ് ഉണ്ടായിരുന്നു 58-28. അതിൻ്റെ ഓർമ്മയ്ക്ക് 58 കിട്ടാത്തതുകൊണ്ട് ആ 5 മാറ്റിയിട്ട് 8-2-8 എടുത്തിട്ടേക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. ഈ വണ്ടി ഏതാണെന്ന് പറയുന്നവർക്ക് എന്തുവാ ആൻസൂട്ടൻ്റെ വക ഒരു ചക്കരമ്മ ഉണ്ടായിരിക്കും. അതേതാടാ വണ്ടി? ഓറഞ്ച് കളർ, വെടിക്കെട്ട് കളറല്ലേ? എക്സ്പ്രസ്. പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കല്യാണ വീട്ടിൽ. കല്യാണ വീടാണെങ്കിൽ ഇലുമിനേഷൻ ബൾബ് കൊണ്ടല്ലേ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നീ പാടിക്കോ. ആ ബാഗ് കിടത്തോണ്ട് പോവാ. പുട്ട് കുത്തണ പിന്നെ. അമ്മായി, കൊച്ചമ്മായി, മരുമോൻ്റെ പൊന്നമ്മായി. നീനെ പോലെ എനിക്കും മാട്ടാന്ന് ഓർക്കും. എല്ലാവരും എന്നെ പേർക്കത്തേക്ക് കയറിപ്പോണേ. ഒരു ക്ലിപ്പും കൂടെ എടുത്ത് ബാഗിലേക്ക് ഇട്ടേക്കാം. ഇനി എങ്ങാനും മുടി ഒന്ന് കെട്ടി വെക്കാൻ പറഞ്ഞാൽ എന്തെങ്കിലും വെക്കണ്ടേ? എന്നാ ആ ബാഗിൻ്റെ പുറത്തേക്കിട്ടേ. അത് റായ, പെണ്ണുങ്ങളുടെ റായാടാ. നിനക്കെന്തിനാ റാ? നീ പെണ്ണാ? എന്നാ ഇവിടെ വെക്കാ. നാളെ ടിഷ്യൂ എവിടെയാടാ ഇട്ടത്? ഞാൻ ടവല് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലടാ വച്ചാ. അപ്പോൾ ഞങ്ങൾ പോയി എൻജോയ് ചെയ്തിട്ട് വരട്ടെ. പല്ലൊക്കെ എടുത്ത് വരുന്ന അവസ്ഥ. അപ്പോൾ പോണ അവസ്ഥ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ സൂപ്പറാക്കിക്കൊണ്ടാണ് പോണേ. നല്ല സൂപ്പർ
തലക്കെട്ടും കെട്ടിയാ വരും. തിരിച്ചു വരുമ്പോ ബോധം കെട്ട് 4 പേര് കാലിലും തലയിലൊക്കെ അയ്യോ ബാബു എനിക്ക് വയ്യ. കല്യാണ വീട് കാണിച്ചേരട്ടെ. ആ വീടാണ് കേട്ടത്. ബൾബൊക്കെ അവർ കിടത്തിയിട്ടില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഇതേ അവിട്ടം വരെയുണ്ട് ബൾബ്. സൂപ്പർ. അപ്പം നമ്മുടെ ഇത്ര അടുത്താണ് കേട്ടോ. എൻ്റെ അൽഫോൻസ് ചേച്ചിയുടെ വീട് നിറച്ച് വണ്ടിയാ. അവർ ഇത്ര വണ്ടി വാങ്ങിച്ചിട്ടേക്കണേന്ന് പറ. ഇത് ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ ആ ചെറുക്കനായിട്ട് ഇവിടെ ഫോട്ടോ എടുക്കണേ. ഇന്നലെ കണ്ടില്ലായിരുന്നു. ആ ചെറുക്കനാട്ടോ ഫോട്ടോ എടുത്ത നമ്മുടെ ലാവണ്ടറി വന്നേ. ആ അതിന്റെ വ്യൂസ് അനുസരിച്ചല്ലേ ലാവണ്ടറി വന്ന ആ ചെറുക്കനാ അത്. അപ്പൊ ആ ചെറുക്കന് എവിടെയോ ഫോട്ടോ എടുക്കാൻ വന്ന് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട്. അയ്യാ ചെറുക്കനോട് ഫോട്ടോ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് അയച്ചു തരാൻ പറയാറുണ്ട്. ഇല്ല ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ദിവസം ലാവണ്ടർ ബ്യൂട്ടി പാർലറിൻ്റെ ഇനാഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൃശ്യത്തിനകത്ത് അഭിനയിച്ച അഞ്ജലി നായരായിരുന്നു ഇനാഗ്രേഷൻ ചെയ്യാൻ വന്നത്. അപ്പം നമ്മൾ അഞ്ജലിയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അഞ്ജലി നായർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമെന്ന് അറിയില്ല. നമ്മുടെ ദൃശ്യം 2 ലാലേട്ടൻ്റെ നെയ്ബറായിട്ട് താമസിച്ച പോലീസുകാരൻ്റെ ഭാര്യയും ഒളിവിൽ താമസിച്ച ആൾമാറാട്ട് നടത്തി താമസിച്ചവർ അതിലെ അഞ്ജലിട്ടാ. സോ സിമ്പിൾ നൈസ് ആക്ട്രസ്. ആനസൂടനിരിക്കണം. ഇപ്പൊ പല്ല് പറിക്കാൻ പോണ എന്റെയാണോ ഇവന്റെ ആണോ എന്ന് മുഖഭാവം കണ്ടിട്ട് ഇവൻ എന്നെ ഇവന്റെ 2 പല്ലും കൂടെ എടുപ്പിച്ചാലോ? അല്ല മൊത്തം ഓട്ടയാ. പറയടാ. ബോണ്ടയല്ല സുഖിയൻ. ക്ലച്ച് പിടിക്കണ എന്തിനാന്ന് പറഞ്ഞ? ആ ഇത് മാറണ എന്നത്തിനാ? ഫസ്റ്റ് സെക്കൻഡ് എങ്ങനെ അറിയണേ? എനിക്ക് വരുവാണെങ്കിൽ എങ്ങനെ വരും? ഞാനിപ്പോ ഓടിക്കണ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ആദ്യം മുമ്പോട്ട് എടുക്കണം. അത് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കണം. എന്നിട്ട് മുകളിലേക്ക് കാണിക്കണം. മുകളിലേക്ക് അടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇരുന്നെങ്കിൽ പിന്നെ താഴേക്ക് കാണിക്കണം. പിന്നെ തേർഡിലേക്ക് ഇരുന്നെങ്കിൽ മുകളിലേക്ക് എടുത്തിട്ട് സൈഡിൽ 3 തവണ മുകളിലേക്ക് എടുക്കാം. 2 തവണ. ഒരെണ്ണം മിഡില് പിന്നെ ഫസ്റ്റ് ഗിയർ. ശരിയാണ് ഇവൻ പറയണേ അല്ലേ? അത് മിഡില് എത്തിയിട്ട് റൈറ്റിലേക്ക് ഇരിക്കണം 1 തവണ. ഇത് കഴിഞ്ഞ് 1 തവണ മുകളിലേക്ക് ഇരിക്കണം. നീ അങ്ങനെ ഇതൊക്കെ പഠിച്ച? എങ്ങനെ നോക്കിയിരുന്ന് പഠിച്ചതായിരിക്കുവേ. അതെന്നാ ഇത് കണ്ടിട്ട് 2 എച്ച് ഒന്നിച്ച് വെച്ചോണ്ടുണ്ട്. എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്നറിയോ? വണ്ടിയുടെ വലുപ്പം അറിയാൻ പാടില്ല. വണ്ടി ഇങ്ങനെ പോകുമ്പോ നമ്മൾ റോഡിന്റെ നടുക്കോടെയാണ് പോകുന്നതെന്നാണ് എന്റെ ധാരണ. അപ്പൊ ഒരു വണ്ടി വന്നാൽ സൈഡ് മാറ്റിയാൽ ചിലപ്പോ ഞാൻ താഴെ കിടക്കും. അതാണ് എന്റെ പ്രോബ്ലം. 2 ദിവസം 3 ദിവസം ഇതായി കഴിയുമ്പോൾ സംഗതി മരിക്കും. അത് ഡിസയർ. അതൊന്നും എനിക്കറിയില്ല. വണ്ടിയാന്നറിയാം. അല്ല അതെങ്കിലും അറിയാലോ. സമാധാനം. എടാ ഇത് ടാക്സി ആണോ നോർമൽ വണ്ടിയാണോ? എർട്ടിഗയോ? ഇത് സ്വിഫ്റ്റ് ആണെന്ന് എനിക്കറിയാം. പച്ചയാണോ? അല്ലല്ലോ. അല്ലല്ല, ഇലക്ട്രിക്കിന് പച്ചയല്ലേ? ഇതേ ഒരു വണ്ടിയാണ്. അതെന്നാ വണ്ടിയാടാ? എനിക്കിഷ്ടമല്ല മുകളിൽ ഇങ്ങനെ കറുത്തിരിക്കണം. ഇതേടാ CR7 ഉടുപ്പിട്ടൊരു ചെറുക്കാൻ നിൽക്കണം. നമ്മള് വരാത്തോണ്ടായിരിക്കും. നമുക്കുമായിട്ട് ഉദ്ഘാടനം നടത്താം. അതേ കല്യാണം വരുന്നു. ചേട്ടനെ വിളിച്ചിട്ടുണ്ടോ? ചേട്ടന് എന്നും കല്യാണം. അമ്പ് കൊണ്ടുപോണതാ. കുന്നത്ത് പള്ളിയിൽ 19-20 ആട്ടാ പെരുന്നാളിന്. മുതലക്കുടം പള്ളിയിലേക്കാ പ്രദക്ഷിണം വരുന്നേ. പണ്ട് പണ്ടപ്പള്ളിന്ന് ഒരു ദിവസം വന്നപ്പോ മുതലക്കുടം പള്ളി പെരുന്നാൾ നടക്കുക. ശരിയാ.
കുന്നത്തി ഞാൻ പോയിട്ടൊന്നുമില്ല പെരുന്നാളിന്. ഞായറാഴ്ച കിളിയറ കപ്പലിൽ പെരുന്നാളാ 20-ാം തീയതി കരിമണ്ണൂർ പള്ളിയുടെ. വിൽസൺ വിളിച്ചിട്ടുണ്ട്. നമുക്ക് പോവാട്ടോ. ഇല്ല, വിൽസൺ അവിടെ കാണില്ല. വിൽസന് കല്യാണമുണ്ട്. കല്യാണത്തിന് പോയിട്ട് നാളെയാ? നാളെ. അപ്പൊ എങ്ങനെ പോണേ? വായില് പല്ലില്ലല്ലോ. ഇവൻ എന്നൊക്കെ ഇരുന്ന് പറയണം. നമ്മള് പോണ വഴി കാണിച്ചരാ. ഇതാണ് കുന്നം. കുന്നത്തിലേക്ക് പോകുന്നതേ ഉള്ളട്ടോ. പെരുന്നാള് നടക്കുന്ന കപ്പേള ഞാൻ എല്ലാവരെയും കാണിച്ചു തരാവേ. കപ്പേള എന്ന് പറഞ്ഞാൽ കുരിശുപള്ളി. എല്ലാ പള്ളിക്കും കുരിശുപള്ളികളും ഉണ്ടായിരിക്കും. ഇടുക്കിയിലെ റോഡുകൾ. ഇടുക്കി തൊടുപുഴ. ഇതാണ് കുന്നം എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ കപ്പയൊക്കെ സ്ഥിരം വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് നമ്മുടെ കപ്പേള. ഇതാണ് നമ്മുടെ കപ്പേള. അപ്പം അവിടെയാണ് പെരുന്നാൾ. മുതലക്കുടം പള്ളിയുടെ. അപ്പോൾ വഴിയിലതേ അമ്പം കൊണ്ടൊക്കെ പിള്ളേരെ നിൽപ്പുണ്ട് കേട്ടാ. ജിമ്നിയോ? കല്യാണത്തിന് പോണായിരിക്കടാ. ഇതേ തന്നെ 2 വണ്ടി ഒരുപോലത്തെ അല്ലേ ഇപ്പൊ പോയത്? നീ കണ്ടില്ലേ? അതല്ലടാ എടാ, ഇപ്പൊ പോയ പെട്ടിയോട്ട പോലത്തെ സാധനം. അപ്പൊ ഇതാണ് നമ്മുടെ പട്ടയം കവല. പട്ടയം കവല എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ബ്രദേഴ്സ് ഹോട്ടൽ. ഹോട്ടൽ ബ്രദേഴ്സ്. ഞാൻ മിക്ക വീഡിയോയിൽ എപ്പോഴും പറയുന്നത് അതാണ് ഈ കാണുന്നത്. ഇത്രയൊക്കെ ഇതുപോലെയൊക്കെയുള്ള പിക്ചർ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാണ് ഹോട്ടൽ ബ്രദേഴ്സ്. ബ്രദേഴ്സിൻ്റെ തന്നെ ബേക്കറി. അപ്പോൾ നമുക്ക് അങ്ങ് തൊടുപുഴ എത്തുമൊന്നും വേണ്ട. അതിനിപ്പുറമായിട്ട് എല്ലാ കടകളും എല്ലാ സംഭവങ്ങളുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് എപ്പോഴും ഷൂട്ടിങ് നടക്കുന്നൊരു വീട്. ആ വീടിൻ്റെ അടുത്തുള്ള കനാല്. പിന്നെ നമ്മൾ സ്ഥിരമായി ഇവിടെ ഇത് ആനയുള്ളൊരു വീട്. ഇപ്പം ആനേനെ കാണാനില്ല. പിന്നെ നമ്മൾ ബീഫൊക്കെ വാങ്ങിക്കാൻ വന്നുകൊണ്ടിരുന്ന കരൾ എന്ന് പറയുന്ന കട. അങ്ങനെ പട്ടയംകവലയിൽ ധാരാളം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു മസ്ജിദ്, മുസ്ലിം പള്ളി, മൻബ ഉൽ ഖൈറാത്ത് ജുമുഅ മസ്ജിദ്. മഞ്ഞുമൽ ഹോസ്പിറ്റൽ, അവയവം നഷ്ടപ്പെടാതെ ക്യാൻസർ ശസ്ത്രക്രിയ. പിന്നെ ഇതാണ് നമ്മുടെ ബ്രദേഴ്സിൻ്റെ തന്നെ മറ്റൊരു സഹോദര സ്ഥാപനം, ബ്രദേഴ്സ് കേക്ക് ലേക്ക്. എന്നല്ല, ബ്രദേഴ്സിൻ്റെ കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്രദേഴ്സിൻ്റെ ഫുഡ് എനിക്കിഷ്ടമാണ്. അങ്ങനെ നമ്മൾ കുന്നം കഴിഞ്ഞ് പട്ടയംകവല കഴിഞ്ഞ് നമ്മൾ മുതലക്കുടത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുതലക്കോടം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് നോക്കിയാലും കാണാം നമ്മുടെ മുതലക്കോടം പള്ളിയുടെ കുരിശ്, പിന്നെ പള്ളിമണി. ഇതൊക്കെ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റൂട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു കാണും മുതലക്കോടം പള്ളി. ഇതാ ഏറ്റവും ഉയരത്തിൽ കാണുന്ന ആ ഒരു ക്രീം കളർ ബിൽഡിങ് പള്ളിയുടെ ബാക്ക് ഭാഗമാണ് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ പച്ചക്കറി, മുതലക്കോട് ആശുപത്രി, പിന്നെ മുതലക്കോടം കടകൾ എല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതാ മുതലക്കോടം പള്ളിയുടെ സൈഡിൽ നിന്നുള്ള സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭാഗം. അങ്ങനെ ഓട്ടോ സ്റ്റാൻഡ് എല്ലാം പള്ളിയുടെ മുറ്റം. ഇവിടെയാണ് പള്ളി കെട്ടിടം, പള്ളിയുടെ ഭണ്ഡാരം. മുതലക്കോടം പള്ളി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മങ്ങാട്ടുകോലയ്ക്ക് പോയിട്ടു. വളവുണ്ട് കേട്ടോ. റോഡിൽ കൂടെ നേരെ പോകും. വളവുള്ള റോഡിൽ കൂടെ പോകും കേട്ടോ. ചക്ക ഉണ്ടോ ചേട്ടാ? ഇട്ട് പറഞ്ഞെങ്കിൽ കൂടാൻ തിന്നാൻ പറ്റൂലല്ലോ, വാങ്ങണ്ട കേട്ടോ. അത് വേണ്ട.
അപ്പോൾ എല്ലാവരും കണ്ടു കാണാൻ നമ്മളിപ്പോൾ 5 മിനിറ്റ് കൊണ്ടാണ് അവിടെ നിന്ന് ഞാർക്കുറ്റിയിൽ നിന്ന് ഇവിടം വരെ എത്തിയത്. വേറെ 5 മിനിറ്റ് എടുത്തിട്ടുള്ളൂ, കാരണം ഇത് വീഡിയോ 5 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റും കൊണ്ട് എത്തുമോ? വണ്ടിക്ക് അകത്തിരുന്നിട്ടുണ്ടെങ്കിൽ സ്പീഡ് അറിയാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പച്ചമീനൊക്കെ വാങ്ങുന്ന ഗുലാൻ്റെ കട ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ അറ്റത്തുള്ള കട, അതാ ലാസ്റ്റത്തെ കട, അതായത് അതാണ് നമ്മൾ പച്ചമീൻ വാങ്ങുന്ന കട. എല്ലാ കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. പേടിയാവോ? വല്ല പറഞ്ഞാലും പേടിയാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ ബാർ. അപ്പം നമ്മളിതാ മങ്ങാട്ട് കവലയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇട്ട ചുരിദാർ ഏത് കടയിൽ നിന്ന് വാങ്ങിയതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? കാണിച്ചു തരാം, വരൂ, കൂടെ വരൂ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ടോപ്സിയ ടോപ്പ് കട, മങ്ങാട്ട് കവല. ടോപ്പുകൾക്ക് മാത്രമായൊരു ബിഗ് കളക്ഷൻസ്. ഇല്ല, ദേ കാണുന്നതാണ്. കണ്ണറിയത്തില്ലടാ. ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ടോപ്പുകളൊക്കെ കേട്ടോ. ഒരു ദിവസം ഓരോ മോഡൽസൊക്കെ ഇടുന്നത്. ഇതാ ക്രെയിൻ പോകുന്നതാണ് നമ്മുടെ കോളേജിലേക്ക് പോകുന്ന വഴി. പിന്നെ ഇതാ ഡോക്ടർ ഇരിക്കുന്ന ക്ലിനിക്ക് എത്തിയിട്ടോ. ഡോക്ടർ ഫിറോസ് ഡെൻ്റൽ ഹബ്. എൻ്റെ ചങ്ക് ഇടിച്ചു തുടങ്ങി. ദൈവം, പേടിയാവണം. എവിടെയാ? ഇതെവിടെ കണ്ടല്ലേ? ഇത് ഇതേ മുകളിൽ കാണുന്ന ആ പച്ച കളറിൽ അങ്ങാറ്റത്ത് വായി കിടക്കണം കേട്ടോടാ. അപ്പം ഇതാ കാണുന്നതാണ് ഡോക്ടർ ഫിറോസ് ഡെൻ്റൽ ഹബ്ബ്, ദന്താശുപത്രി. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പേടിച്ച് സ്റ്റെപ്പുകൾ കയറുകയാണ്. ആൻസൂട്ടനാണ് കാർഡൊക്കെ നോക്കി എടുക്കുന്നത്. പല്ല് പറിച്ചിട്ട് വരാം. ഡോക്ടർ, എഞ്ചിനീയർ, ആർട്ടിസ്റ്റ്. ഡോക്ടർ ഫിറോസ് ഡെൻ്റൽ ഹബ്ബ്. സൗണ്ടിൽ പറയാന്ന്, സൗണ്ടില് പല്ല് കറച്ചിട്ട് അവിടെ സ്റ്റിച്ചിട്ട് അടച്ചു. മരപ്പിച്ചോണ്ട് വേദന ഒന്നും എടുത്തില്ല. അടുത്ത ഫ്രൈഡേ വന്നെ. പിന്നെയില്ലേ, എനിക്ക് 2 ദിവസം മാത്രം ഐസ്ക്രീം കഴിക്കാം. 2 ദിവസം മാത്രം ഐസ്ക്രീം കഴിക്കാം. വേറൊന്നും കഴിക്കാൻ പറ്റില്ല. 2 ദിവസം മാത്രം ഐസ്ക്രീം കഴിക്കാൻ പറ്റും.
ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോറിക്ഷയുടെ ബാക്കിൽ വില ഉണ്ടോ? വണ്ടി ഓടിക്കാൻ വേണ്ടല്ലേ? മരുന്ന് കഴിക്കേണ്ട രീതിയൊക്കെ എഴുതിയിട്ടുണ്ടോ? ഓർമ്മ ആഹാരത്തിന് മുമ്പ് കഴിക്കാണ്ട്. ഐസ്ക്രീം മേടിക്കാം, ഐസ്ക്രീം മേടിക്കാം. ഒരു പെട്ടി മേടിച്ചാൽ കഴിഞ്ഞ് പിന്നെ 2 പെട്ടിയാ വലുതാ, 2 ലിറ്റർ മേടിക്കണം. ഒത്തിരി ചിരിക്കണ്ട കേട്ടാ. ആ പല്ലാണ്, കൗളാണ്. ഈ 2-3 ദിവസം വല്ല കല്യാണം തന്നെ കൂടെ പോകാം. ഐസ്ക്രീം മേടിക്കണേ കൊച്ചാ. ഏതാ വേണ്ടേ? ആ സ്ട്രോബെറി 1 കിലോ മേടിച്ചോ. 2 എണ്ണത്തിനാ, 1 മേടിച്ചാൽ 1 പിന്നെ മേടിക്കാം. ഒരെണ്ണം. ആ 2 എണ്ണം മേടിച്ചോ. ഹലോ. ഇല്ല, ഞാൻ കടയിലില്ല. ഞാൻ ഇവൾക്കടെ പല്ല് പറിക്കാൻ വേണ്ടി പോയിട്ട് വന്നോണ്ടിരിക്കുക. ഞാൻ രാവിലെ പള്ളിയിൽ പോയി, പിന്നെ ആ സമയത്ത് ചെന്നിട്ട് പോന്നു. എന്നാ പുള്ളി മനസ്സിൽ അവധിയല്ലോ. ആ ഇല്ലല്ലോ. പൂത്തിങ്കാരൻ്റെ കൂടുതലുണ്ട്. ആ ആ
അവർ രണ്ടുപേരും കൂടെ വാങ്ങാൻ പോയേക്കുവാണ് കേട്ടോ. ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. പിന്നെ മിണ്ടാൻ പാടില്ല. അരമണിക്കൂർ കഴിഞ്ഞാണ് കോട്ടൺ വായിൽ നിന്ന് എടുക്കാവുള്ളൂ. ബ്ലീഡിങ് നല്ല രീതിയിലുണ്ട്. ഐസ്ക്രീം ജ്യൂസ് ഷേക്ക് ഇതൊക്കെ കുടിക്കാനാണ് പറഞ്ഞത്. രണ്ടുപേരുടെ പല്ല എടുത്തിരിക്കുന്നത്. മൂക്കളഞ്ഞതുപോലെ തോന്നുവാണേ. മരപ്പിച്ചേക്കണോണ്ടാണ്. നല്ല തലവേദനയുണ്ട്. അയ്യോ എനിക്ക് വിശക്കുവാണ്. രണ്ട് ദിവസം കൊണ്ട് പഴമൊക്കെ പോകും. എന്നാ ചെയ്യും? ഷേക്ക് അടിച്ച് പിടിച്ചാലോ പഴമൊക്കെ. പാല് കൊണ്ട് തരാൻ പറയാം. എൻ്റെ അവസ്ഥ പല്ലെടുത്ത് കഴിഞ്ഞപ്പോൾ പരിതാപകരമായി പോയി. മിണ്ടാൻ പറ്റണില്ല. നാളെ കഴിഞ്ഞ് ജോലിക്കും പോകാൻ പറ്റൂല. തല അനക്കായിരുന്നു. അറിഞ്ഞിട്ട് തല അനക്കാതെയാണെങ്കിൽ എനിക്ക് സംസാരിക്കാനുണ്ട്, അറിയാനും പാടില്ല. ചേട്ടൻ എന്തിനാ ഈ ആംഗ്യം കാണിക്കണേന്ന് എനിക്ക് മനസ്സിലാവാം. എനിക്കാ സംസാരിക്കാനുള്ള, എനിക്ക് ചെവി കേൾക്കാം. ശരിയാ. എന്താ അവൻ കേട്ടിട്ടില്ലോ. അരമണിക്കൂർ കഴിഞ്ഞോ? ഇവിടെ എന്നെ മരച്ചിരിക്കുക. മരപ്പ് മാറുമ്പോ വേദനയായിരിക്കും. വെള്ളമുള്ളത് വയറ്റിലേക്ക് ഇറക്കോളാൻ തുപ്പണ്ടാണോ കേട്ടോ. അത് മൊത്തം വിഴുങ്ങി. രണ്ടാമത്തെ
കല്യാണമായിട്ട് കിടക്കുക. കല്യാണം എടുക്കണം. അപ്പോൾ ഞാനും ആനസുകൂട്ടനും കൂടെ വല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കടയിൽ പോയി മാംഗോ ജ്യൂസും പിന്നെ 2 ലിറ്ററിൻ്റെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ. അതിലൊരു ബോട്ടിൽ ഇപ്പോൾ പല്ലെടുത്തുന്ന ഞാനാണേലും ആനസുകൂട്ടനും പല്ലെടുത്തോണ്ടാണ് ഇരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു സൈഡ് ഫുള്ള് വേദനയാണ്. 2 സ്റ്റിച്ച് എങ്ങാണ്ടുണ്ട്, 2 3 സ്റ്റിച്ചുണ്ട്. അയ്യോ ഇനി സ്റ്റിച്ച് വെട്ടാനായിട്ടെടുത്ത വെള്ളിയാഴ്ച ഉള്ളത് വേദന എടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. നിനക്ക് സ്റ്റിച്ച് ഉണ്ടായിരുന്നോ പല്ലെടുത്തപ്പോൾ? സ്റ്റിച്ച് ഇടേണ്ട കാര്യം ഇല്ലായിരുന്നു, പക്ഷെ കുറച്ചൊക്കെ കീറിയെന്ന് പറഞ്ഞ മുകളിലേക്ക്. കാണാൻ പറ്റുമോ അറിയില്ല, ഞാൻ നോക്കോ ഇല്ല, കാണിച്ചു തരുമോ? എനിക്ക് അനക്കാൻ മേല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അങ്ങോട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി, ഇങ്ങോട്ട് ജ്യൂസും കുടിച്ചോണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. എങ്ങനെ ഐസ്ക്രീം തിന്ന് ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ വല്ല കട്ടിക്ക് തിന്നിട്ട് പോയി പല്ലെടുത്താൽ മതിയായിരുന്നു ഇപ്പം തോന്നുക. ഞാൻ ഇത്രയും കടന്ന് ചിന്തിച്ചില്ല കൂട്ടുകാരെ, കടന്ന് ചിന്തിച്ചില്ല. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേഗം പറ. പല്ലിൻ്റെ കുത്തല്ലേ? വ്യക്തമായിട്ട് പറ. വീണ്ടും വരും അടുത്ത വീഡിയോ പുത്തൻ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഉറക്കെ പറയണം. ബൈ. എന്തോ നടക്കും.